അതാണ് നമ്മുടെ ഫുജിയറയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ അവിടെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. എത്ര കിടപ്പുണ്ടോ എന്തോ. ഈ എയർപോർട്ട് ഇതോ അങ്ങ് വരെ കിടപ്പുണ്ട്. അവിടെയും കുറേ ഫ്ലൈറ്റ് കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ പണ്ടെല്ലാവരും ഇതിനകത്തൊക്കെ ആയിരുന്നു വിളിക്കുന്നത്. ഇല്ല മൊബൈൽ ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തെ. കണ്ണി കണ്ടാറ പറമ്പിൽ കയറി മാങ്ങ പറിക്കണം, തല്ലും വാങ്ങണം, ജയിലിൽ കിടക്കണം. പാറുവിനിപ്പം മാങ്ങ വേണമെന്ന്. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്നു കേട്ടോ. 2 കിലോമീറ്റർ നമ്മൾ നടന്ന്. ഇനിയുണ്ട് നടക്കാൻ. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കൽബ ബീച്ചിലോട്ടാണ്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പം ഇന്ന് നമ്മൾ 3 പേരേ ഉള്ളൂ കേട്ടോ ഇന്ന് പോവാൻ. ശാന്തി ചേട്ടാ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ലുലു മാൾ. നമ്മൾ നേരെ ഫുജിയറ എയർപോർട്ട് വഴി ടക്കാണ്. മാപ്പ് ഇറക്കാൻ വേണ്ടി പോകും. വളരെ നിർബന്ധിച്ച ഒരാളാണ് ബാലു. പക്ഷെ അവൾക്ക് പേടിയാണ്. ഇത് കേരളല്ലേ? അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു ഫ്ലൈറ്റ് കിടപ്പുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഫുജിയറയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കാറ്റ് തന്നെ കേട്ടോ. ഭയങ്കര കാറ്റും തണുപ്പും. അങ്ങനെ അവിടെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. എത്ര കിടപ്പുണ്ടോ എന്തോ. എയർപോർട്ടിൻ്റെ അവിടെ തന്നെ നോക്കിക്കേ, ഒരു മല, നല്ല ഭംഗിയുണ്ട്. ഈ എയർപോർട്ട് ഇതോ അങ്ങ് വരെ കിടപ്പുണ്ട്. അവിടെയും കുറേ ഫ്ലൈറ്റ് കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സൂര്യൻ്റെ വെട്ടവും. ഫുള്ള് കാറ്റ്. മുടിയൊക്കെ എങ്ങനെയൊക്കെയോ കെട്ടിവെച്ചുകൊണ്ട് വന്നതാ. അപ്പം അതെല്ലാം പറന്നു പോവുക. പാറു, കാറ്റെങ്ങനെ ഉണ്ട്? ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ ഫുജിയറയിലെ യൂണിവേഴ്സിറ്റി. ഇവിടെ കൂടുതൽ മലകളൊക്കെ ഉണ്ട്.
പരുന്താണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ ഫുജിയാറ ഇഷ്ടമാണെങ്കിൽ, ഫുജിയാറ ഈ നമ്മുടെ ഈ പ്ലേസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ആർക്കൊക്കെ ഇഷ്ടമാണെന്നൊക്കെ. അതിനൊക്കെ തന്നെ ഫുജിയാറയിലുള്ള ആരെങ്കിലുമൊക്കെയാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അവർ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പെണ്ണുങ്ങളും അങ്ങോട്ടാണ് പോകുന്നത്. അല്ല, അവന്മാർ വേറെ സ്ഥലം. ഫേസ് ഉണ്ട് ഇതിൻ്റെ. നമ്മുടെ ചെമ്പരത്തി ഇവിടെ കുറേ മറ്റത് മാങ്ങ നാറി അങ്ങനെയല്ലേ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണ് പറയുന്നത്? നമ്മളവിടെയൊക്കെ അതാ പറയുന്നത് കേട്ടോ. ഓക്കെ, ബന്ദി, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള അതേ ചെടികൾ. നല്ല രസമുണ്ട്. ഇത് മറ്റില്ല, കടലാസ് പൂവ്. അത് നമ്മുടെ മാവാട്ടോ. മാവ് പിന്നെ വേറെ എന്തൊക്കെയാണോ എന്തോ, അത് കറക്റ്റ് അറിയാൻ വയ്യ. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതെ ഇതിൻ്റെ ഇല തന്നെ. കാറ്റ് കണ്ടോ, എന്തോ ഒരു കാറ്റ്. പണ്ടെല്ലാവരും ഇതിനകത്തൊക്കെ ആയിരുന്നു വിളിക്കുന്നത്. ഇല്ല മൊബൈൽ ഫോണോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തെ. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്നു കേട്ടോ. 2 കിലോമീറ്റർ നമ്മൾ നടന്ന്. ഇനിയുണ്ട് നടക്കാൻ. ഇരുട്ടി തുടങ്ങി ഇവിടെ. ഇപ്പം 6 മണി ആയില്ല, 6 മണി ആവാറായി. 5:52 കണ്ടായി. പക്ഷെ ഇരുട്ടി തുടങ്ങി. പക്ഷെ നല്ല കളർ കേട്ടോ. ഇവിടെ കടലാസ് പൂവ്. അപ്പൊ പെണ്ണ് പറ, കുട്ടിക്ക് കാറ്റ് ഭയങ്കര പേടിയാണ്. കുട്ടി ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നു. എന്ത് ചെയ്യും? അച്ഛൻ്റെ മോള്, അച്ഛൻ്റെ പൊന്നുമോള്, കാറ്റ് പേടി, മഴ പേടി, ഒറ്റ മോളാ അല്ലേ പറു? കറണ്ട് പേടി. ഒറ്റ മോള്. അതുകൊണ്ട് കൊച്ചിന് ഭയങ്കര പേടിയാ. ഒറ്റ മോളായതുകൊണ്ട് നല്ലൊരു സ്നേഹസമ്പന്നനായ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് കയ്യിലോട്ട് വെച്ച് കൊടുത്തു. കണ്ണി കണ്ടാറ പറമ്പിൽ കയറി മാങ്ങ പറിക്കണം, തല്ലും വാങ്ങണം, ജയിലിലും കിടക്കണം. ഇത് തന്നെ. പാറുവിനിപ്പം മാങ്ങ വേണമെന്ന്.
ബീച്ചിലോട്ട് ഇറങ്ങാനും ഒന്നും പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക, വെള്ളമൊക്കെ ഇനി കുറച്ച് കയറി. അതുകൊണ്ട് നമുക്ക് അവിടെ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസും ഒക്കെ നമ്മൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മളപ്പം തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. വെള്ളം ഉണ്ട് അകത്ത് വരെ. അതാ ഇവിടെ ആരും വരാത്തത് പേടിച്ചിട്ട്. ഇവിടെ ഒറ്റ ആൾക്കാരില്ല, നമ്മളല്ലാതെ വേറെ ആരുമില്ല ഇവിടെ. അതാണ് ഇവിടെ ആരും വരാത്തത്. നമ്മൾ കോർണിഷ് എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയാന്ന് വിചാരിച്ചു. ഇവിടെ ആരും വരാത്ത റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ് ആരും വരാത്തത്. ഇതാണ് കോർണിഷ് ശരിക്കും. ഇതാണ് കോർണിഷ്. ഇവിടെ ആരും വരാത്ത ഇതുകൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. കോർണിഷിൽ പട്ടി പോലില്ല.